നമ്മുടെ മരുമോൻ വിപിനെ. നിങ്ങളുടെ മരുമോൻ അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് അവനുമായിട്ട് എന്താ ബന്ധം? ആ എങ്കിൽ എന്റെ മരുമോൻ. അവനെ കുതിരപ്പന്തി വീട്ടിൽ നിന്ന് പോലീസ് വന്ന് തൂക്കിയെടുത്തു കൊണ്ടുപോയിന്ന്. എന്തിന്? അതല്ലേ രസം. കുതിരപ്പന്തി വീട്ടിന്റെ പുരയെടുത്തുന്ന കാണാതായ പ്രവീണിന്റെ ഷൂസോ സോക്സോ കൊടയോ വടിയോ അങ്ങനെ ഏതാണ്ടൊക്കെ പോലീസിന് കിട്ടിയെന്ന്. തൊണ്ടി മുതൽ കിട്ടിയെന്ന് ഏതോ ദൃക്സാക്ഷി വിളിച്ചു പറഞ്ഞതാ. അപ്പൊ പിന്നെ പ്രതിയെ കയ്യോടൊക്കെ പിടിച്ചു കൊണ്ടുപോയി. എന്തായാലും കുതിരപ്പന്തി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലീസിന് നേരമില്ല. ഇതേ ഒന്ന് ആഘോഷിക്കണമല്ലോ. അളിയനും പങ്ങളെ നേരിട്ടൊന്ന് കണ്ട് സന്തോഷം അറിയിക്കണ്ടേ? പിന്നെ അത് വേണം. ആ എന്തായാലും ശങ്കരമംഗലത്തിന്റെ കുതിരപ്പതിയിലേക്ക് ഒരു ചരടി കെട്ടിയ പിന്നെ കുടുംബത്തിൽ മൊത്തത്തിലൊരു ഞാണമേ കളിയാ. പിന്നെ നീ എന്റെ ഏറ്റവും തിളക്കമുള്ള ഷർട്ട് ഒന്നുകൂടെ നയം ചെയ്തേ. വടിപോലെ നിൽക്കുന്ന തിളങ്ങുന്ന ഷർട്ട് ഇട്ട് ചെന്ന് എന്റെ അളിയന്റെയും പെങ്ങളുടെയും മുന്നിൽ ചെന്ന് നിന്നിട്ട് വേണം എനിക്ക് ചോദിക്കാൻ, എന്തൊക്കെയുണ്ട് അളിയ വിശേഷം? നിങ്ങൾ എത്തിയോ? എന്തിനാ വെറുതെ ഓടിപ്പാഞ്ഞു വന്നത്? അല്ല മാഷേ, മോള് വിളിച്ചിരുന്നു. എന്തോ പോലീസ് ഇഷ്യൂ. അതെ, പോലീസ് ഇഷ്യൂ തന്നെ. എന്റെ മോനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. മുടിഞ്ഞൊരു കല്യാണത്തിന്റെ ഗുണവതിയാര് ലക്ഷ്മി. ഓ, പറയുന്നതാണല്ലോ കുറ്റം. അമ്മ പറയമ്മേ, പറയാനുള്ള എന്തിനാ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നേ? കേൾക്കാനുള്ളവരൊക്കെ കേക്കട്ടെ. നീ അകത്ത് പോകാൻ. മാഷേ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രാണൻ ഇവിടെ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ഞങ്ങൾ ആരോടും. എനിക്കറിയാം. നിങ്ങൾ വാ. ചക്കി, അമ്മ, അമ്മക്കുട്ടി, എന്താ പൊന്നുമോളെ ഇതൊക്കെ? എനിക്കറിയില്ല അമ്മക്കുട്ടി, ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ല. എനിക്ക് ചത്താ മതി. അങ്ങനൊന്നും പറയല്ലടാ. നീ എന്ത് പഴിച്ചു? പിഴച്ചതേ ഞങ്ങൾക്കാ. സ്വന്തം മകന്റെ ഒരു പിഴച്ച തീരുമാനത്തിന് ഞങ്ങൾ കൂട്ടുനിന്നു. അതിന്റെ പിഴയാ ഞങ്ങളിപ്പോ ഒടുക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, സ്വന്തം മകളുടെ കണ്ണു നിറഞ്ഞപ്പോ നിങ്ങൾക്ക് നൊന്നില്ലേ? അതുപോലെ രമേ ഞാൻ. എനിക്കും ദണ്ണമുണ്ട്. ചോദ്യം ചെയ്യലിനിടയിൽ ജാമ്യത്തിലെടുക്കാൻ പറ്റുമോ? കേസ് ചാർജ് ചെയ്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല, കമ്പ്യൂട്ടറിലൊന്നും കയറിയിട്ടുമില്ല. അപ്പൊ പിന്നെ മാഡം ഇപ്പൊ എന്ത് ചെയ്താലും
അത് റെക്കോർഡിക്കലിയാവും. മാഡം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ മാഡം എന്തെങ്കിലും ചെയ്താൽ അത് ആന മണ്ടത്തരാവും. മാഡത്തിന് ഇയാളെ ജാമ്യത്തിലിറക്കാം, യാതൊരു തടസ്സവുമില്ല. അതിനു പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാക്കി കേസ് ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സലിവ് തോന്നി ഞാൻ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ പറഞ്ഞുവിടണം. അതല്ല ആനയെ അമ്പാരിയും അഡ്വക്കേറ്റിനെയൊക്കെ കൂട്ടി വലിയ ആളും ബഹളമൊക്കെ ആക്കാനാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് ഞാനും അങ്ങ് വയ്ക്കും. മാഷ് നന്ദസാറൊന്ന് വരണം. എന്റെ ഡോക്ടറെ, ബുദ്ധിയുള്ള ആരും കുടുംബത്തിലില്ലേ? വന്ന വക്കീലും കൊള്ളാം. ആ, തൽക്കാലം ഞാൻ SP ഓഫീസിൽ നിന്ന് വിളിച്ച് പറയിപ്പിക്കാം. ഒരു കേസ് അവർ ചാർജ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഭയക്കേണ്ട യാതൊരു കാര്യമില്ല. SPയുടെ അഡ്വൈസ് അറിഞ്ഞിട്ട് ബെയിലിനുള്ള പേപ്പർ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? എന്തായാലും കേട്ടെടുത്തോളം വിപിനെ അങ്ങനെ അന്യായമായി കസ്റ്റഡി വെക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും സാധ്യതയില്ല. എന്നാലും എന്റെ മകൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. ആ, ഞാനൊന്ന് SP ഓഫീസ് വരെ പോട്ടെ, എന്നിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നീക്കാം. കൂടി വന്ന ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ വിപിൻ ഡോക്ടർക്ക് ഇവിടെ ഇരിക്കേണ്ടി വരില്ല. CI സാറേ, സാർ ഈ പറഞ്ഞെന്ന വകുപ്പിനകത്തെ വളവും തിരുവൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സാറിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും മനസ്സിലായി. സാറൊന്ന് ഓർത്തു വെച്ചോ, ഇപ്പൊ സാറ് തല ചൊറിയുന്നത് തീക്കൊള്ളി കൊണ്ടാ, അറിയാലോ? അയ്യോ, അറിയാവേ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ. പക്ഷേ വക്കീൽ മാഡം ഒരു കാര്യം ഓർത്തോ, മാഡം ആർക്കു വേണ്ടിയാണ് ഇപ്പോ വാദിക്കാൻ വന്നതെന്ന് അറിയാലോ? മാഡത്തിന്റെയൊക്കെ ഒരുപാട് മുകളിലുള്ള ഒരു ജസ്റ്റിസിന്റെ മകനെ കൊന്നു കുഴിച്ചു മൂടി എന്ന് സംശയിക്കുന്ന ആളിനു വേണ്ടി. മാഡത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. മാഡം ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്നും ആരെ കൊണ്ടാണ് വിളിച്ചു പറയിപ്പിക്കാൻ പോകുന്നതെന്നും എനിക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാമെങ്കിൽ മാഡം ചെയ്യ്. ഞാൻ ഡോക്ടറെ വിട്ടേക്കാം. എനിക്ക് യാതൊരു എതിർപ്പുമില്ല ആ കാര്യത്തില്. ശരി, കാണാം. ശരി. ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഈ കാണിക്കുന്നത് മറ്റാരുടെങ്കിലും അച്ചാരം വാങ്ങിയിട്ടോ അവരുടെ ആജ്ഞപ്രകാരമുള്ള നാടകമോ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഈ യൂണിഫോം വിയർപ്പ് കൊണ്ട് പൊതിയും. ഓ, അത് സാരമില്ല. യൂണിഫോം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് അയല് ഉണക്കാനിട്ടോളാം. വക്കീല് ചെല്ല്. ആന്റണി, മാഡം, ഒരു സ്ഥലം വരെ പോണം. ഓക്കെ സാർ, ഞാൻ മാഡത്തിനോട് ഒന്ന് പോയിട്ട് വരാം. ചെല്ല്. ഓക്കെ. എന്നാലേ ഒരു കാര്യം മളിയം മാഷ് മനസ്സിൽ എഴുതി വെച്ചോ. തനിക്ക് വായ്ക്കറിയിടാനും പച്ചമൺകുടം തലയിലേറ്റ് തന്റെ ചിതക്ക് വലം വെക്കുവാനും ചൂട്ടുവെക്കാനും തന്റെ മകൻ ഈ ഭൂമിയിലുണ്ടാവത്തില്ല. എന്റെ ഈ ഉടുപ്പി വീണ ചുളിവ് ഞാനങ്ങ് മറന്നു. പക്ഷെ അതുകൊണ്ട്
എന്റെ തീരുമാനം ഞാൻ ഒന്നുകൂടെ അങ്ങ് ഉറപ്പിച്ചു. തന്റെ മകന്റെ തലയെടുത്തിട്ടേ ഈ സേനന് വിശ്രമമുള്ളൂ. എന്നാ പോട്ടെ ഗോവിന്ദൻ മാഷേ. സർ, ACP മാഡം വന്നിട്ടുണ്ട്. അവരെന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? റൊട്ടീൻ സ്റ്റേഷൻ വിസിറ്റ് ആയിരിക്കും സാർ. മാഡം, വെറുതെ ഒന്ന് ഇറങ്ങിയതാടോ. ഇതുവഴി പോയപ്പോ സ്റ്റേഷൻ ഒന്ന് കാണാന്ന് വെച്ചു. ഇതെന്താ കേസ്? പരാതിയോ അത് കൺവിക്റ്റോ? അതൊരു കേസിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തതാണ് മാഡം. ഡോക്ടർ വിപിൻ. ഓ, വിപിൻ ചേട്ടൻ എന്നെ ഓർക്കുന്നില്ലേ? ഞാൻ കോളേജിലെ ജൂനിയർ ആയിരുന്നു. പാർവതി, ശക്തി പാർവതി. എന്നെ കണ്ടിട്ട് വിപിൻ ചേട്ടൻ എഴുന്നേക്കുന്നു. ഇരിക്കെ. എന്താ പ്രശ്നം? എന്താ ഷാജു പ്രശ്നം? അല്ല മാഡം, അത് നമ്മുടെ ജസ്റ്റിസ് പരമേശ്വര സാറിന്റെ. ഓ, അദ്ദേഹത്തിന്റെ മകന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് അല്ലേ? ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന ആള് ഇദ്ദേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാരാണെന്ന് അറിയാമോ? മാഡം, അത് ഡോക്ടർ വിപിൻ. അതെ, ഡോക്ടർ വിപിൻ. എനിക്ക് ഇദ്ദേഹത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാം. ഇന്ന് വരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളെ എന്തിനാ നിങ്ങൾ വെറുതെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയേക്കുന്നത്? അതാണ് മാഡം എനിക്കും ചോദിക്കാനുള്ളത്. അയ്യോ മാഷെ, മാഷിനെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. മാഷൊക്കെ ഞങ്ങളുടെ ഹീറോ അല്ലേ? ആഹാ, വീണ്ടും കരച്ചിൽ തുടങ്ങിയോ? വീട്ടുകാരെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ പോലീസ് കൊണ്ടുപോയത് വലിയൊരു ആഘോഷമാക്കി മാറ്റിയല്ലേ? നീ ചെല്ലുമോനെ, കുറച്ചു സമയം റെസ്റ്റ് എടുക്ക്. അതെ, രാവിലെ മുതൽ തുടങ്ങിയ ടെൻഷനല്ലേ, മനസ്സൊന്ന് ശാന്തമാവട്ടെ. ചെല്ലുമോളെ വിവിന്റെ ഒപ്പം. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകും കേട്ടോ വിവി. വാ.
ആ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ അച്ഛൻ? എന്താ അമ്മക്കുട്ടി കാര്യം? അതൊക്കെ അച്ഛ തന്നെ പറയും. ആ, വേറൊന്നും അല്ലെന്നേ, ഞങ്ങളൊരു യാത്ര പോവാ. ഞങ്ങള് യാത്ര പോകുന്നെന്നോ? ആരൊക്കെ? ഞങ്ങളെന്ന് പറഞ്ഞാ ഞങ്ങള് രണ്ടുപേര്. അമ്മക്കുട്ടിയും അച്ഛയും മനസ്സിലായില്ല അനുകുട്ടിക്ക്? എങ്ങോട്ടാ യാത്ര? എത്ര ദിവസത്തേക്കാ? എത്ര ദിവസത്തേക്കാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതെ, വണ്ടി എടുത്ത് അങ്ങ് പോവും. മതിയെന്ന് തോന്നുമ്പോ തിരിച്ചു വരും, അല്ലേടോ? ഓ, മുത്തശ്ശിയും ഒപ്പം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പിന്നെ അമ്മയൊപ്പം ഉണ്ടാവും. അപ്പൊ ഒരു തീർത്ഥാടനമാണല്ലേ? ആ, അങ്ങനെയും പറയാം. എന്നാലും ഒരു സർപ്രൈസ് ആയിട്ട് എന്നോട് പറയേണ്ടിയിരുന്നില്ല. നിന്നോട് അനുവാദം ചോദിക്കാനാ ഇപ്പൊ പറഞ്ഞത്. ഞങ്ങള് പൊയ്ക്കോട്ടെ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. അമ്പലങ്ങളിലൊക്കെ തൊഴുത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ചിട്ട് വാ. അതോടെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. അതെ, മാറണം. വഴി തടഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങളും പിന്തുടർന്ന് വരുന്ന ആപത്തുകളും ഒക്കെ മാറ്റിയല്ലേ പറ്റൂ. ഏത് മരണമുൻപിലും അവനെ, ആ വിപിനെ രക്ഷിക്കാൻ ആരെങ്കിലും അവതരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂളായിട്ട് ഊരിപ്പോയത്. അങ്ങനെ എല്ലാ കാലത്തും അവനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ സേന? തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് മുൻപോട്ടുള്ളൊരു ചെറിയ കുതിപ്പ അവന്റേത്. അണയാൻ പോകുന്ന തീ ആളിക്കത്ത് വന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെ. എന്നാലും നമ്മളങ്ങ് തോറ്റു പോവാണോന്ന് എനിക്കൊരു സംശയം. തോൽക്കത്തില്ല സേന. ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ചിട്ടാണെങ്കിലും കളി നമ്മൾ ജയിക്കും. അവൻ അറിയത്തില്ല ജസ്റ്റിസ് പരമേശ്വരനെ. തന്നേക്കാൾ എല്ലുമൂപ്പുള്ളവരോട് കളിക്കാൻ ഇറങ്ങുമ്പോ ഡോക്ടർ വിപിൻ ഉണ്ട ഓണത്തിന്റെ കണക്കൊന്നെടുക്കേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ സേനനോടൊരു കാര്യം പറഞ്ഞിരുന്നു. തന്റെ അനന്തരവരാണെന്നുള്ള ഒരു സെന്റിമെന്റ്സും ഉണ്ടാവത്തില്ല. കത്തിമുനയിൽ കോർത്തെടുത്ത് ആറ്റിലെറിയവനെ. 1 or 2 ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ കളിയൊന്ന് മാറ്റിപ്പിടിക്കും. ഗിയർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യും. അല്ല പരമേശ്വര സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലടോ. ഡോക്ടർ വിപിൻ പതറണമെങ്കിൽ ആദ്യത്തെ വെട്ടുവെട്ടേണ്ടത് നന്ദനട്ട. നന്ദന് നൊന്താൽ നന്ദന്റെ മോൾക്ക് നോവും. നന്ദന്റെ മോൾക്ക് നൊന്താൽ ആ വേദന 10 മടങ്ങായിട്ട് ഡോക്ടർ വിപിന്റെ നെഞ്ചിൽ തറച്ചു കയറും. ഇയാൾക്ക് മനസ്സിലായോ? എടോ, നമ്മള് പ്രൈമറി ക്ലാസ്സിൽ പണ്ട് പഠിച്ച ആഹാര ശൃംഖല പോലൊരു കളി. പുൽച്ചാടി പുല്ല് തിന്നും, പുൽച്ചാടിയെ തവള തിന്നും, തവളയെ പാമ്പ് തിന്നും, പാമ്പിനെ പരുന്ത് തിന്നും. അതെ, അത്ര തന്നെ. സേന, കുതിരപ്പന്തി വീടിന്റെ പുരയിടത്തില് മാവ് വല്ലതും നിൽപ്പുണ്ടോ? പിന്നെ എങ്കിൽ അത് വെട്ടാൻ ഒരാളെ ഏർപ്പാടാക്കിക്കോ. ഉടനെ ആവശ്യം വരും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെ പിന്നാലെ എത്രയോ പേര് നടന്നിട്ടുണ്ട്. ഒരാളോടും തോന്നാത്തൊരിഷ്ടം. ആ ഒരിഷ്ടം വേറൊരു പെണ്ണ് വന്ന് വേരോടെ പെഴുതി മാറ്റിയെങ്കിലും മുറിഞ്ഞു പോയ ആ വേരുകൾക്കിടയിൽ നിന്നും ഇപ്പോഴും ചോര കിനിയുന്നുണ്ട്. മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞ ദിവസം മുതൽ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. രുചിയോടെ ഒരു പിടി ചോറ് വാരി കഴിച്ചിട്ടില്ല. ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണർന്ന് ഇരുട്ടിലേക്ക് നോക്കി മിഴിച്ചിരിക്കും ഞാൻ. എന്തിനാണ് ഇനി ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കലണ്ടറിന്റെ താളുകൾ മറിയുന്നത് പോലെ
എന്റെ മുൻപിൽ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. തണുത്ത കട്ടൻ കാപ്പി ഡോക്ടർ കുടിച്ചിട്ടുണ്ടോ? അതുപോലെയാ ഇപ്പൊ നീലിമയുടെ ജീവിതം. ഒരു രുചിയും ഇല്ലാത്ത, ഒരു മണവും ഇല്ലാത്ത, ഒരു നിറവും ഇല്ലാത്ത മരവിച്ച ജീവിതം. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു, എന്റെ പ്രണയം അങ്ങനെ പാഴാക്കി കളയത്തില്ല ഞാൻ. നിങ്ങൾ എനിക്ക് നൽകാത്ത സ്നേഹം ഏത് വിധേനയും എന്ത് വില കൊടുത്തും നിങ്ങളിൽ നിന്ന് ഞാൻ തട്ടിയെടുക്കും. എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഡോക്ടർ വരും, അല്ലെങ്കിൽ വരുത്തും ഞാൻ. ഭ്രാന്ത ഇത് മുഴുവട്ടം, മനസ്സിലായോ? ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്നറിഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നത് അന്തസ്. എനിക്ക് അന്തസ്സില്ല. നേരത്തെ നിങ്ങളോടുള്ള സ്നേഹം എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു വാശിയും തപസ്സുമാണ്. പെണ്ണൊരുമ്പെട്ടാലെന്ന് ഡോക്ടർ കേട്ടിട്ടില്ലേ? ഡോക്ടർ ഡോക്ടർ എന്താണ് ഡോക്ടർ സാറേ ഈ നേരത്ത്? എടാ, ഞാനാകെ പെട്ടിരിക്കുക. ഓ, അപ്പോ ഡോക്ടർ നീലിമ രണ്ടും കൽപ്പിച്ച? അതെ, അങ്ങനെ രഞ്ജു പറഞ്ഞത്. അത് സത്യമാവി, നീ സൂക്ഷിക്കണം. വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ലൈനാ ആ ഡോക്ടർ നീലിമയുടേത്. അല്ലെങ്കിൽ വണ്ടും ചത്ത് വിളക്കം കെടുത്തി എന്ന ലൈൻ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? അനു പാവുക, അവൾക്ക് ഇത്തരം വക്രബുദ്ധിയൊന്നുമില്ല. വിവി, നീ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്. അതോടെ നീലിമയെ കാണണ്ടല്ലോ. നീ ഇങ്ങോട്ട് വാടാ. ഡോക്ടർ, ഞാൻ നിന്നെ രാത്രി വിളിക്കാം. ഓക്കെ? എന്താ? മുത്തശ്ശി ഒരുപാട് നിർബന്ധിച്ചതാ. പക്ഷെ കാലുവേദനയൊക്കെ ഉള്ളത് കാരണം മുത്തശ്ശി വരുന്നില്ലെന്ന്. പങ്കജത്തിന്റെ ഒപ്പം ഇവിടെ നിന്നോളാന്ന്. ഓ, എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടേടാ. ആ പോയിട്ട് വാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ എന്നോട് പറയുന്നത്? എന്തിനാടാ പിണങ്ങുന്നേ? ഞങ്ങളൊരു 3-4 ദിവസം കൊണ്ട് തിരിച്ചിങ്ങി വരും. ഓ ആയിക്കോട്ടെ. അച്ഛയ്ക്ക് ഫോൺ കൊടുക്കട്ടെ? വേണ്ട, അച്ഛയ്ക്കും പറയാനുള്ളത് യാത്രയുടെ വിശേഷങ്ങളായിരിക്കുമല്ലോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കേൾക്കാം. അത് മതി. ശരി, ഫോണൊന്ന് വിപിന് കൊടുത്തേ. വിപിൻ ചേട്ടൻ അപ്പുറത്തോട്ട് പോയി. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അമ്മുകുട്ടി ഫോൺ വെച്ചോ. നന്ദേട്ടാ, എന്താടോ? കുതിരപ്പന്തി വീട്ടിലെ കാറും കോളും കൊണ്ടു. നമ്മൾ യാത്ര പോകുന്നത് ചക്കിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഞാനത് ഊഹിച്ചു. എന്താടോ? കുന്ത. ഓരോ കരുക്ക് കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. ഞാൻ പറഞ്ഞില്ലേ, ഈ യാത്ര കഴിയുമ്പോഴേക്കും എനിക്കെന്റെ പഴയ സംഗീതം തിരിച്ചു കിട്ടുമെന്ന്. ഇപ്പൊ തന്റെ മുഖത്തെ കാർമേഘമൊക്കെ മാഞ്ഞ് നിലാവ് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നിലാവ് ഒന്നും സമ്മതിക്കരുത്. ഞാൻ പറയുന്ന ഒന്നും അംഗീകരിക്കുകയും ചെയ്യരുത്. ഇറങ്ങ്. ചേട്ടാ, ഒരു 2 കരിക്ക്.
ചക്കിപ്പ അവിടെ ഇരുന്ന് കുശുമ്പ് കുത്തുമായിരിക്കും. എന്തിന്? നമ്മളെ തോൽപ്പിക്കാനായിട്ടാ അവര് ഭാര്യയും ഭർത്താവും കൂടെ യാത്ര പോയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അമ്മക്കുട്ടിയും ഭർത്താവും കൂടി ഒരു യാത്ര, അമ്മക്കുട്ടിയുടെ ചെല്ലക്കുട്ടിയും അവളുടെ ഭർത്താവും കൂടി വേറൊരു യാത്ര. അപ്പൊ നമ്മൾ വീണ്ടും മുമ്പോട്ട്. നന്ദേട്ടാ, അമ്പലത്തിൽ നമ്മൾ എപ്പോ എത്തും? ഇനി ദൈവത്തെ കാണാൻ കൊതിയായെങ്കിലേ താൻ എന്നെ ഒന്ന് തൊഴുതോടൂ. നന്ദേട്ടാ, തമാശയല്ല, എപ്പോ എത്തുമെന്ന് പറ. നാളെ രാവിലെ തൊഴാം, പോരെ? എന്നാലൊന്ന് പെട്ടെന്ന് പോയേ. അവർ ഇന്ന് രാത്രി തിരിച്ചെത്തുമെന്നാ ചക്കി പറഞ്ഞേ. നമ്മൾ നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചു വീട്ടിലെത്തും. അനു, ഡിക്കിക്കാതിരിക്കുന്ന ബാഗൊക്കെ രാവിലെ എടുത്താ മതി. യാത്രയൊക്കെ സുഖമായിരുന്നോ? രാത്രിയിലുള്ള ഡ്രൈവിംഗ് അല്ലേ നിങ്ങളുടെയൊക്കെ? അതുകൊണ്ട് ഞാനും ഉറങ്ങിയില്ല. വാ. ആഹാ, ടൂറൊക്കെ കഴിഞ്ഞ് വന്നോ? ഓ, ഞാൻ കരുതി 2-3 മാസം കഴിഞ്ഞേ വരുള്ളൂന്ന്. ഈ മുതുപാതിരക്കെങ്കിലും നിന്റെ നാക്കിന്റെ മൂർച്ചയത്തിരി കുറയ്ക്ക് ലക്ഷ്മി. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വിലയുണ്ടോ? അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒന്നും വേണ്ടായേ. അമ്മയ്ക്കായിട്ട് ആരും പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരണ്ട. ഓ, കേട്ടതി സന്തോഷം. അഥവാ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ശങ്കരമംഗലത്തെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട. നിങ്ങൾ രണ്ടാളും 3-4 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നില്ലേ, അതിന്റെ ഒരു ദേഷ്യ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ യാത്രയൊക്കെ? സുഖമായിരുന്നു അച്ഛാ. എന്നാ പിന്നെ മോള് ചെന്ന് ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ നോക്ക്. എന്നാ ഞാനും പോയി കിടക്കട്ടെ അച്ഛാ. ഒറ്റയിരിപ്പിന് ഡ്രൈവ് ചെയ്ത് വന്നല്ലേ, നടുവൊക്കെ വല്ലാതെ വേദനിക്കുന്നു. മോനെ, നീ പോകാൻ വരട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? അത് ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. തൽക്കാലം നീ ഞാനും മാത്രം അറിഞ്ഞാ മതി. അച്ഛൻ കാര്യം പറയൂ. അനുക്കുട്ടി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചെലവ് ചെയ്യണം. ചക്കിക്കുട്ടി, അതെ, ഇത് ഹോസ്പിറ്റലാണേ. പിന്നെ അനുവിന്റെ കയ്യില് കാനുലയുണ്ട്, അത് ഓർമ്മ വേണം. ഈശ്വര,
എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്റെ കുഞ്ഞ് അമ്മയാവാൻ പോകുന്നു. നാളെ ഒരു കുഞ്ഞു ചക്കി നമ്മുടെ മുൻപിൽ ഓടിക്കളിക്കുമെന്ന്. അപ്പോഴേക്ക് കുഞ്ഞു ചക്കി മുമ്പിലൂടെ ഓടിക്കളിക്കാനും തുടങ്ങിയോ? എടോ താനൊന്ന് സമാധാനപ്പെട്. എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല നന്ദേട്ടാ. ഈ യാത്ര നമുക്ക് സന്തോഷം കൊണ്ട് തരുമെന്ന് നന്ദേട്ടൻ പറഞ്ഞപ്പോ ഇത്ര വലിയ സന്തോഷമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് വേഗത്തിൽ വണ്ടി വിടും നന്ദേട്ടാ, നമുക്ക് വേഗം അങ്ങ് എത്തണം. എടോ ഇതൊരു കാറാണ്, അല്ലാതെ ഹെലികോപ്റ്റർ അല്ല വാഹനത്തോടെ പറന്നു പോവാൻ. നന്ദേട്ട ചുമ്മാ തമാശ പറയാതെ കുറച്ചുകൂടെ സ്പീഡിൽ പോയേ. അല്ലാത്തപ്പോ നല്ല സ്പീഡിൽ കാർ ഓടിക്കുന്ന ആളല്ലേ ഇതിപ്പോ. എടോ ഒരു നല്ല കാര്യം അറിഞ്ഞു പോകുമ്പോ കുറച്ച് ശ്രദ്ധിച്ചു വേണം പോവാൻ, മനസ്സിലായോ? ഒക്കെ ശരിയാ, എന്നാലും ഒരുപാട് നാളുകൂടി നമുക്ക് ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ പറ്റിയൊരു ദിവസമല്ലേ ഇന്ന്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ചക്കയെ കണ്ടാലേ എനിക്ക് സമാധാനാവൂ. അറിഞ്ഞില്ലേ വിശേഷം? എന്താമേ ഇത്ര പെട്ടെന്ന് നീ അതങ്ങ് മറന്നോ? കുതിരപ്പന്തി വീട്ടിലെ വിശേഷത്തെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഓ, ഞാൻ അറിഞ്ഞു. കുതിരപ്പന്തി വീട്ടിലെ ഡോക്ടർ വിപിന്റെ ഭാര്യ ഗർഭിണി. ആ നരുന്ത പെണ്ണിന് ഗർഭം. ആ കുഞ്ഞുങ്ങള് നേരത്തെ പിറക്കുന്നതാ നല്ലത്. അപ്പൊ ജീവിതത്തിന് കൂടുതൽ അടുക്കും ചിട്ടയും വരും. അല്ല, സ്വന്തം കുടുംബത്തിൽ ഒരു വിശേഷം ഉണ്ടായിട്ട് അതും മുറച്ചെറുക്കൻ ഒരു കൊച്ചിന്റെ അച്ഛനാവാൻ പോകുന്നു അറിഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലേ? എനിക്കെന്ത് സന്തോഷം? ഞാനെന്തിനു സന്തോഷിക്കണം? അവക്കുണ്ടാവുന്ന വിശേഷങ്ങളൊന്നും എനിക്ക് സന്തോഷമല്ല. പക്ഷെ അവള് മരിച്ച, അല്ലെങ്കിൽ അവക്ക് പിറക്കാൻ പോകുന്ന കുട്ടി മരിച്ച ഞാൻ സന്തോഷിച്ചു എന്ന് വരും. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒരമ്മയാവാൻ കഴിയുന്നത് ഒരു പെണ്ണിന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യവും ഭാഗ്യവുമാ. ആ ഭാഗ്യം തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കേട്ടോ. ഒരു കുഞ്ഞിന്റെ അച്ഛനാവുമ്പോ പ്രതാപം കുറച്ചൊക്കെ മാറുമെന്നാ ഞാൻ കരുതുന്നത്. അതിനിപ്പോ പ്രതാപേട്ടൻ എന്താ കുഴപ്പം? അല്ല, അവന് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവന് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം വരും. നിങ്ങളുടെ ജീവിതത്തില് കൂടുതൽ ഇഴയെടുപ്പം ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാ.